മുൻ US അംബാസഡറായിരുന്ന ടി ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. യഥാർത്ഥത്തിൽ വലിയൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടി വന്നിരിക്കുന്നത്. ഈ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ഈസ്റ്റ് അസർബൈജാനിലെ ഗവർണറും ഒക്കെ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അതേപോലെ വിദേശകാര്യമന്ത്രിയും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ആരും രക്ഷപ്പെട്ടതായി അറിവില്ല. ഒരുപക്ഷെ അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ ഈ വിയോഗം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള പ്രത്യാഘാതം എന്തായിരിക്കും? അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അത് ഫോളോ ചെയ്യുകയായിരുന്നു. ഹെലികോപ്റ്റർ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് രക്ഷയുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത് അറിയുന്നത്, ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇത് തീർച്ചയായും പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യത്യാസമല്ലേ ഇറാൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇപ്പം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയമാണ്. അതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഒരു വളരെയധികം ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിന്റെ അറിവൊന്നും ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിരിക്കും ഇതിനെ ഇടപെടേണ്ടി വരിക എന്നുള്ളതൊരു വലിയ വ്യത്യാസമായിരിക്കാം. ഇസ്രായേൽ പറയുന്നത് ഇറാന്റെ ഉദ്ദേശം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇറാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പാലസ്തീൻ ഇപ്പോൾ ആകെയുള്ള ഒരു സുഹൃത്ത് ഇറാൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. ആരാണ് നേതൃത്വത്തിൽ വരിക? പക്ഷെ അവിടെ ഒരു തിയോക്രാറ്റിക് സിസ്റ്റമാണല്ലോ, ഓൾമോസ്റ്റ് ലൈക്ക് എ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. അപ്പൊ അവർക്കൊരു ലൈൻ ഓഫ് സക്സസേഴ്സ് കാണും അവരുടെ ഈ ആയത്തുള്ളമാരുടെ ഇടയിലാണ്. ഈ വെസ്റ്റ് ഏഷ്യയിലെ അന്തർദേശീയ രാഷ്ട്രീയത്തെ വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഈ അയത്തുള്ള കൊമേനിയുടെ സ്വാധീനം ഇനിയും ചിലപ്പോൾ ഈ കാര്യത്തിൽ കൂടുമോ? എന്തായിരിക്കും ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഉണ്ടാവുക? അതെ, തീർച്ചയായിട്ടും ഇറാൻ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ. അവർക്ക് ചൈനയായിട്ട് നല്ല ബന്ധമാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവര് ഒരു നിലപാടാണ് പല കാര്യങ്ങളിലും എടുക്കുന്നത്. അതേസമയം തന്നെ ഒരു വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് അവർ പെരുമാറുന്നത്. ഇപ്പൊ ന്യൂക്ലിയർ ഡീലിന്റെ കാര്യത്തിൽ അതിപ്പോ വർഷങ്ങളായിട്ട് ഇപ്പൊ നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അവരുടെ ഈ സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ് അവരെ ധാരാളം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ന്യൂക്ലിയർ ഡീലിനെ അവർ സമ്മതിച്ചത്. പിന്നെ ട്രംപ് അതിൽ നിന്ന് പുറത്തായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇല്ലാതായിപ്പോയി. ഇനിയിപ്പോ ട്രംപ് വരുന്നു എന്നുള്ള ഭയം തന്നെ അവർക്കുണ്ടായിരുന്നു വരാം. ഒരു കാര്യം കൂടി സാർ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറാനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാനും ഇന്ത്യയും തമ്മിൽ അടുത്ത് സഹകരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഈ നമ്മുടെ ബന്ധത്തെ ഇത് എങ്ങനെയായിരിക്കും ഭാവിയിൽ സ്വാധീനിക്കാൻ പോകുന്നത്? ഇല്ല, ഇറാനുമായിട്ട് നമുക്ക് ഇപ്പോഴും നല്ല ബന്ധമാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ചൈനയുടെ പ്രവർത്തനങ്ങൾ, ചബഹാർ പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ചൈന ഇറാനുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഒരു റെയിൽവേ ലൈൻ അവർ നമ്മളെ ഇന്നടുത്ത് ചൈനയ്ക്ക് കൊടുക്കുന്ന ചില വാർത്തകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് അലസരപ്പെടുത്തുന്നതാണെങ്കിലും ഇറാനുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തും നന്നായിരുന്നിട്ടുണ്ട്. അവരുടെ അമേരിക്കൻ സാങ്ഷൻസ് ഒന്നും നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടേയിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം. അപ്പൊ അങ്ങനെ പലതരത്തിലും ബയലാറ്ററൽ റിലേഷൻസ്, ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. പക്ഷെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവരെങ്ങനെയാണ് റഷ്യയോട് ചൈനയോട് എങ്ങനെയാണ് അടുക്കുന്നത്, അതിലൊക്കെ നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഈ റഷ്യയും ചൈനയുമായിട്ടുള്ള വലിയൊരു ദൃഢമായ ബന്ധം ഇപ്പോഴത്തെ ഷീ ജിൻപിങ് അവിടെ പോയപ്പോൾ ഉണ്ടായി. അപ്പൊ അത് ഇപ്പൊ റഷ്യയും ചൈനയും കൂടെ ഒന്നിച്ചാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ പോകുന്നതെങ്കിൽ അതിന് വലിയ കോൺസിക്വൻസസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഒരു ദുർഘട സ്ഥിതിയിൽ പോകുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് എല്ലാവരും ഒരു മോഡറേറ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാലും പഴയ ഹിജാബിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു യുദ്ധകാംക്ഷിയായ പ്രസിഡന്റായിട്ടല്ല അദ്ദേഹത്തിനെ ആരും കാണുന്നത്. പക്ഷേ തിയോക്രാറ്റിക് പ്രസിഡന്റ് ആയതുകൊണ്ട് അവരുടെ നയങ്ങളെല്ലാം തുടരുക തന്നെ ചെയ്യും. പ്രസിഡന്റ് ട്രംപ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഇറാൻ റിലേഷൻഷിപ്പ്. പക്ഷെ യുദ്ധമില്ലാതെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്. അതാരായാലും ഇറാൻ പ്രസിഡന്റ് ആയാലും അത് നിലനിൽക്കുമെന്ന് നമുക്ക്. ഓക്കെ. എന്തായാലും താങ്ക് യു സാർ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് താങ്ക് യു. മുൻ US അംബാസിഡർ, ഇന്ത്യൻ അംബാസിഡർ ടി ശ്രീനിവാസൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പ്രേക്ഷകർക്ക് അറിയാം.